നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 4-ാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 6ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, കേരളത്തിൽ ഏറെ കാലമായി കാത്തിരിക്കുന്ന എയിംസിന് അവസരമൊരുങ്ങുന്നു. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി 4ഓളം സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ കണ്ടെത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരനാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. എയിംസുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത്. എന്നാൽ ഇതുവരെയും ഈ ഒരു എയിംസിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി അക്കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. 4ഓളം സ്ഥലങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിയമസഭയിൽ 4 സ്ഥലങ്ങളാണ് പരാമർശിച്ചതെന്നും പിന്നീട് ഏക്കർ കണക്കിന് ഭൂമി വിട്ടു നൽകാൻ നിരവധി പേര് തയ്യാറാണെന്ന് മനസ്സിലായെന്നും മന്ത്രി പറഞ്ഞു. എയിംസിന്റെ കാര്യത്തിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കണമെന്നും കേരളത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ വരുമ്പോൾ വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര പെട്രോളിയം മന്ത്രി സുരേഷ് ഗോപി തന്നെ ഇക്കാര്യങ്ങൾ മുൻപ് അറിയിച്ചിരുന്നു. അതായത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഈ ഒരു എയിംസ് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ളൊരു കാര്യം സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സ്ഥല ലഭ്യത നിർണായകമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഭൂമി റിസർവ്ഡ് ഫോറസ്റ്റിലാണെന്നും അവിടെ നിന്ന് ഒരു ചെടി പോലും വെട്ടാൻ കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കത്തിടപാടുകൾ മാത്രം നടത്തിയാൽ പോരാ എന്നും ഇപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത വർഷം മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടാനാണ് സാധ്യതയെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. സർക്കാരിന്റെ കൈവശം നിലവിൽ 50 ഏക്കർ ഭൂമിയുണ്ടെന്നും MP വീരേന്ദ്രകുമാർ വിട്ടു നൽകിയ ഭൂമിയും ഇതിനായി പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്ഥല ലഭ്യത വിശദമായി പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. ഇനി ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുകയാണെങ്കിൽ കൽപ്പറ്റയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആവശ്യമായ ജാഗ്രത ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ആരോഗ്യ വകുപ്പിന് ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നും ഒഴിവുകൾ നികത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മാനന്തവാടി മെഡിക്കൽ കോളേജിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിൽ സ്ഥല ലഭ്യത പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 9 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. നാളെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള വടക്കൻ ഒഡീഷ തീരത്തിനു മുകളിലും ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങൾക്ക് മുകളിലുമായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ജൂലൈ 6 വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, കറന്റ് എക്സ്ചേഞ്ചിൽ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് KSEB. സംസ്ഥാനത്ത് ഗുരുതര വൈദ്യുതി പ്രതിസന്ധിയാണുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫും അറിയിച്ചു. മഴ കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും കാലാവസ്ഥ അനുസരിച്ചാകും നിയന്ത്രണത്തിൽ തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. പസഫിക് സമുദ്രത്തിലുണ്ടായ എൽനിനോ പ്രതിഭാസത്തിന്റെ പ്രതിസന്ധി രാജ്യത്തൊട്ടാകെയുണ്ട്. ഉഷ്ണതരംഗം വ്യാപിച്ചതോടെ വൈദ്യുതി ഉപയോഗവും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വൈദ്യുതി ലഭ്യത കുറഞ്ഞപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്നു. ജൂൺ 15-ന് ശേഷം കൂടുതൽ മഴ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തേ മതിയാകൂ. നമ്മുടെ ജലസംഭരണികളിലേക്ക് കൂടുതൽ വെള്ളം എത്തിക്കാനുള്ള സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. ജൂൺ 30 വരെ വൈദ്യുതി നിയന്ത്രണമെന്നായിരുന്നു നേരത്തെ KSEB അറിയിച്ചത്. എന്നാൽ മഴ കുറഞ്ഞതോടെ ഉൽപ്പാദനം കുറയുകയും ഉപഭോഗം കൂടുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ലോകകപ്പ് ആവേശം കൂടിയതോടെ സംസ്ഥാനത്ത് രാത്രികാല വൈദ്യുതോപഭോഗം വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. നിയന്ത്രണം അവസാനിപ്പിക്കാൻ പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരും. എന്നാൽ കേന്ദ്ര പൂളിൽ വൈദ്യുതി ലഭ്യമല്ലാത്തത് തിരിച്ചടിയായിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.